വരാം. ശ്രീത് പണിക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആത്മവിശ്വാസമുള്ളതാണ്. അല്ല, അത് ഒരു കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരാൾ കൂടി ഉണ്ടല്ലോ, ശ്രീത് പണിക്കർ. മുഖ്യമന്ത്രി പറയുന്നത് വികസനം, ജീവിത നിലവാരം, ഭരണ നിർവഹണം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും നീതി ആയോഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തിയ ഒരു സർക്കാരാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇച്ഛാശക്തിയുടെ 3 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 4ാം വർഷത്തിലേക്ക് ചുവടുവെപ്പ് നടത്തിയത്. ഇവിടെ എൻ ശ്രീകുമാർ പറഞ്ഞു അതൊരു സാങ്കേതിക പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയില്ലല്ലോ, മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയില്ലല്ലോ എന്ന്. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്തായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ ഒക്കെ അതിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കാരണം. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എന്നാണോ അന്ന് വരെ അത് നിലനിൽക്കുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതിന് നമുക്ക് സ്റ്റിൽ ബൈൻഡിങ് ആണ്. അത് തന്നെയുമല്ല, അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു വലിയ ആഘോഷ പരിപാടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർഗം ഒഴിവാക്കിയത്. അതോടൊപ്പം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക എന്ന രീതിയുണ്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളുമായിട്ട് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. പക്ഷേ അതൊരു തരത്തിൽ സർക്കാരിന് ഗുണമായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്തെടുത്തിട്ട് പറയും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്ന സമയത്ത് ഈ പെരുമാറ്റച്ചട്ടമെല്ലാം രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിലിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെയാണ് ബാധകമെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ബാധകമല്ലല്ലോ. അപ്പോ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ സർക്കാരിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ മന്ത്രിസഭയിലുള്ള 21 മന്ത്രിമാർക്കും കൃത്യമായിട്ടുള്ള സ്കോറിംഗ് 5 പാരാമീറ്ററുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്കോറിംഗ് ഇടുകയും അവരുടെ ടോട്ടൽ സ്കോർ എന്താണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു റിപ്പോർട്ട് കാർഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് കാർഡിൽ ഓരോ വകുപ്പിനെ പറ്റി പറയുന്നുണ്ട്, ആ വകുപ്പിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, മോശം കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 10ലാണ് സ്കോർ. അതിൽ 6ലധികം സ്കോർ കിട്ടിയിരിക്കുന്ന 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. 21 മന്ത്രിമാരിൽ 10ൽ 6 എങ്കിലും കിട്ടിയിട്ടുള്ള 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ശ്രീ കെ രാധാകൃഷ്ണനാണ്, അദ്ദേഹമാണ് ടോപ്പർ. രണ്ടാമതുള്ളത് താരതമ്യേന പുതുമുഖമായിട്ട് വന്നിരിക്കുന്നത്, അതായത് പുതുതായിട്ട് ഇൻഡക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്രീ കെ വി ഗണേഷ് കുമാറാണ്. അപ്പൊ ഈ 2 പേര് മാത്രമാണ്. ഒരുപക്ഷെ ശ്രീ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇവർ ഏത് ഘട്ടത്തിലാണ് ഇത് തയ്യാറാക്കിയത് എന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് പുതിയ കുറേയധികം പ്രശ്നങ്ങൾ അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ചില പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ പിന്നീട് ഒരു ചർച്ചയ്ക്കും ചില വിട്ടുവീഴ്ചകൾക്കും ഒക്കെ മന്ത്രി തയ്യാറായി. ഒരുപക്ഷെ അങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്നത് പോലും ഇതിലെ ഒരു ആക്സസിബിലിറ്റി എന്ന് പറയുന്ന, അതുമല്ല അദ്ദേഹം താരതമ്യേന ഈ മന്ത്രിസഭയിൽ പുതിയ ആളായതുകൊണ്ട് മുൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടി അതിൽ വിലയിരുത്തി വന്നിട്ടുണ്ടാകാം. കാരണം അതിൽ അദ്ദേഹത്തോടുള്ള പ്രതീക്ഷ കൂടി ഉണ്ടാവാം, അതുകൂടി അടങ്ങിയിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം. അതല്ലാതെ അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് വന്നതിന് ശേഷം അത്രയും വലിയ നേട്ടങ്ങൾ എടുത്തു പറയാൻ ഇല്ല. തീർച്ചയായിട്ടും. കാരണം അതില് ഈ 5 ഫാക്ടറുകളിൽ ഒന്ന് ഇമേജ് ആൻഡ് ക്രെഡിബിലിറ്റി. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഇമേജ്, ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ക്രെഡിബിലിറ്റി, പ്രൊഫിഷ്യൻസി, റെസ്പോൺസീവ്നെസ്, ആക്സസിബിലിറ്റി, അതേപോലെ പ്രൊഫഷണലിസം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി എന്ന രീതിയിൽ അത് സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ 6ന് മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന 2 ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 5ന് മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് ഒരു ശരാശരിക്ക് മുകളിൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള കുറച്ച് മന്ത്രിമാരുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ശ്രീ വി ശിവൻകുട്ടി, ശ്രീ എം ബി രാജേഷ്, ശ്രീ പി രാജീവ് എന്നീ 3 മന്ത്രിമാരൊഴികെ 5ന് മുകളിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന മറ്റാരും തന്നെ CPM-ന്റെ മന്ത്രിമാരല്ല എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊന്ന് 5ന് മുകളിൽ കിട്ടിയിരിക്കുന്ന പി പ്രസാദ്, അദ്ദേഹം CPI ആണ്. 5.26 കിട്ടിയിരിക്കുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റൊരു പാർട്ടിയാണ്. റോഷി അഗസ്റ്റിൻ മറ്റൊരു പാർട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി മറ്റൊരു പാർട്ടിയാണ്. ബാക്കിയുള്ള മന്ത്രിമാർക്കെല്ലാം തന്നെ 4ലാണ് കൂടുതലും ആൾക്കാർക്ക്. അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് 4.34, അദ്ദേഹത്തിന്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നതിന് അവര് 2.4 കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇതിപ്പോ ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് ബാധകമല്ലാത്ത ഒരു ഏജൻസി തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതിൽ ആരൊക്കെയാണ് ഇതിന്റെ പാനലിൽ എന്നൊക്കെ തന്നെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യതയുള്ള ആൾക്കാരാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി ആയോഗിന്റെ ഘടകങ്ങളെ പറ്റി പറഞ്ഞു. ആ ഘടകങ്ങളിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാത്ത കുറേയധികം കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത് എന്നതിനെ പറ്റി നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ വളരെ കൃത്യമായിട്ട് അറിയാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ സർക്കാരിന് അവകാശപ്പെട്ടിരിക്കുന്ന ഒരു ഭരണ നേട്ടമാണ്. ഇത് നീതി ആയോഗിന്റെ
നേട്ടങ്ങളിലൊന്നും വരുന്ന കാര്യമല്ല. ഈ വെൽഫെയർ പെൻഷനെ പറ്റി പറയുന്ന സമയത്ത് CPM-ന്റെ ആൾക്കാർ താരതമ്യേന എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു, അന്ന് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. 8 വർഷം മുൻപത്തെ ഒരു കണക്കിനെ പറഞ്ഞുകൊണ്ടാണ് അവര് ഇന്നത്തെ കണക്കിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശ്രീ ജയചന്ദ്രനെ പോലെയുള്ള CPM-ന് വേണ്ടി നിൽക്കുന്ന അല്ലാത്ത, അതായത് CPM-ന്റെ വക്താവല്ലാത്ത ഒരാളും ആ ഒരു ന്യായം പറയുക എന്ന് പറയുന്നത് എന്നെ അതിശയിപ്പിച്ചിരിക്കുന്നത് ചെറുതായിട്ടല്ല എന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്ന്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം നേരത്തെ കിറ്റായിരുന്നു. ആൾക്കാർക്ക് കൊടുക്കുന്ന കിറ്റുകൾ അവർക്ക് എങ്ങനെയാണ് ഒരു ദുരിതമുണ്ടായിരുന്ന, ഒരു കെടുതി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർക്ക് ഗുണമായി മാറിയത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോ കിറ്റൊന്നും ഇല്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ കിറ്റിന്റെ സാഹചര്യം ഒക്കെ മാറിക്കോട്ടെ, പക്ഷേ ആൾക്കാർക്ക് ഈ വിലക്കയറ്റത്തിനെ ഒക്കെ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ വിലയിൽ, താരതമ്യേന കുറഞ്ഞ വിലയിൽ സാധനങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നുള്ള സപ്ലൈകോ സ്റ്റോറുകൾ, ആ സപ്ലൈകോ സ്റ്റോറുകളിൽ മാസങ്ങളോളം കൃത്യമായിട്ട് സാധനങ്ങൾ ഇല്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതും റാക്കുകളെല്ലാം തന്നെ empty ആയിട്ട് കിടക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതിനു ശേഷവും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അതിന് കൃത്യമായ രീതിയിലുള്ള ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനം എല്ലായ്പ്പോഴും CPM അവരുടെ പാർട്ടി ചാനൽ വഴിയാണെങ്കിലും പാർട്ടി പത്രം വഴിയാണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള പെരും നുണ. ആ കണക്കിലേക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പണ്ടുണ്ടായിരുന്ന ഒരു ധനകാര്യ കമ്മീഷൻ എത്രയാണോ കൊടുക്കാമെന്ന് പറഞ്ഞത് 10ാം കമ്മീഷൻ, അതിന്റെ ഒരു പ്രൊജക്ഷനാണ് 15ാം കമ്മീഷന്റെ കാലത്ത് ഇവർ പറഞ്ഞുകൊണ്ട് ഈ 57,000 കോടി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ആ അവകാശവാദം ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിജയം കൈവരിച്ചു എന്ന രീതിയിലേക്ക് കൂടി ആയിട്ടുണ്ട്. അത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത് വിജയമായി, സംസ്ഥാന സർക്കാരിന്റെ വിജയമായാണ് കാണുന്നത്. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാരണം ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടി എന്ന രീതിയിലുള്ള ഒരു അവകാശവാദം നടത്താൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഭിന്നമായിട്ട് എന്ത് സംഭവിക്കുവാനാണ്? കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയത് തന്നെ ഈ സാമ്പത്തിക വർഷവും കിട്ടുകയുള്ളൂ. അത് ഈ വായ്പാ പരിധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിലവിലെ കടത്തിന് പുറമെ, നിലവിൽ കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശികകൾക്ക് പുറമെ അതിന്റെ മേൽ വീണ്ടും ഭാരം വരികയാണ്. അപ്പോൾ 3ാം വർഷത്തേക്കാൾ കൂടുതൽ പ്രശ്നമായി വരികയില്ലേ 4ാം വർഷം? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കാരണം ഇവിടെ സുപ്രീം കോടതി ഇടപെട്ടു, ശാസിച്ചു, കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവഹാര നടപടി കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നെ, നിയമ വെബ്സൈറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം. കേന്ദ്ര സർക്കാർ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് ഇത്ര തുകയാണ്, അത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ എടുക്കാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് ഇത്രയാണ് എന്ന് പറയുമ്പോൾ ആ തുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ 57,000 കോടി എന്ന ഒരു കണക്ക് കേരളം അവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന കണക്കാണ് ഈ 57,000 കോടി. അല്ലാതെ സുപ്രീം കോടതിയിൽ ചെന്നതിന് ശേഷം 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു ഡെവല്യൂഷൻ സ്കീമിൽ ഞങ്ങൾക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ നിശ്ചയിച്ചിരിക്കുന്ന തുക അനുസരിച്ചിട്ട് 57,000 കോടി കിട്ടണം എന്ന് ആരെങ്കിലും പറയുമോ? അതാരും തന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനോടൊപ്പം തന്നെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളീയം അല്ലെങ്കിൽ ലോക കേരള സഭ, ഇനി അതുമല്ലാതെ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേന നടത്തിയിരുന്ന പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ കൂടി നമ്മുടെ സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും മേലധികാരിയായി നിൽക്കുന്ന മന്ത്രിമാരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ എക്സ്പോസ്ഡ് ആയി പോയി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും കണ്ടതാണ്, ജനാധിപത്യപരമായിട്ട് ഒരാൾക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് കോടതികൾ പോലും അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു രാജ്യത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു ജനാധിപത്യ പ്രതിഷേധം സമാധാനപരമായിട്ട് നടത്തിയിരുന്ന ഒരാളിനെ പാർട്ടി പ്രവർത്തകരും അനുയായികളും എല്ലാവരും കൂടി തല്ലിക്കൂട്ടുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുകയും രക്ഷാപ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് അതിന് ആ വാക്കിനൊരു പുതിയ അർത്ഥം മലയാള ഭാഷാ നിഘണ്ടുവിലേക്ക് സംഭാവന ചെയ്യുക കൂടി ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിഴിഞ്ഞം പോർട്ട് അതല്ല എങ്കിൽ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കുന്നു എന്നീ പറയുന്നതിനപ്പുറത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരയിൽ
എത്ര അശാസ്ത്രീയമായിട്ടാണ്, എത്രത്തോളം ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ മനസ്സിലാക്കാതെയാണ് സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ പ്രോഗ്രസ് എവിടെയാണ്? ഏറ്റവും കൊട്ടിഘോഷിച്ചിരുന്ന ഒന്നാണ് കെ ഫോൺ. ആ കെ ഫോൺ ഇപ്പോൾ എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല. AI ക്യാമറ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന AI ക്യാമറ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് നോട്ടീസ് അയക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പോലും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈഫ് പദ്ധതി ഒന്നാം പിണറായി സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ആ പ്രോജക്റ്റ് ഏത് രീതിയിലത്തേക്ക് പുരോഗമിക്കുന്നു? ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യം, അതിൽ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടെ മന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് ഓരോ ദിവസവും ഉണ്ടാകുന്ന പുതിയ പുതിയ ഇൻസിഡന്റുകൾ നമ്മളെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടായിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. അത് കൂടാതെയാണ് അഴിമതി. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള, ഡോളർ കടത്ത് പോലെയുള്ള കുറേയധികം അഴിമതികൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷണം നടക്കുകയാണ് എന്ന് പറയാമായിരുന്നു. നേരെ മറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലം കൈപ്പറ്റി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യത്തിൽ 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ കുറ്റക്കാരാണ്, അഥവാ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ അതിലും വിവാദങ്ങൾക്കും അന്വേഷണങ്ങൾക്കും അപ്പുറം എവിടെയും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിട്ടില്ല. ആ രീതിയിലുള്ള വാദമുണ്ട്. അത് ശരിയുമാണല്ലോ. കാരണം ആരിലേക്കും അന്വേഷണം ചെന്നെത്തിയിട്ടില്ല, ആരും അറസ്റ്റിലായിട്ടില്ല. അതുകൊണ്ട് വിവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന രീതിയിൽ അതിന് മറുപടി പറയുവാൻ പറ്റും. അത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിലുമുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന അതിലുമുണ്ട്, ആ വാദങ്ങളിലുമുണ്ട്. ശ്രീ മഞ്ജുഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ കേരളത്തിലെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തുന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നത്, അതിൽ CMRലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു, അവരുടെ മൊഴിയെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ നമുക്ക് അതിനെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല, ആ ഒരു സമയത്ത് ശക്തി ആർജിച്ചു, പിന്നീട് ഉണ്ടായില്ല ശ്രീ പണിക്കർ. അതിപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് ഐസക്കിന്റെ കാര്യത്തിൽ. കേട്ടില്ല. ഐസക്കിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതുപോലെ ഈ മാസപ്പടിയുടെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരു അന്വേഷണവും വേഗം കൂട്ടലുമേ ഉണ്ടായുള്ളൂ, അതിനുശേഷം വന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അതിന് വേഗം കൂടി എന്ന് ഞാൻ കരുതുന്നില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വീറ്റ് പേസിൽ തന്നെയാണ് ആദ്യം മുതൽ തന്നെ പോകുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടമാകുന്ന സമയത്ത് പോലും അവര് CMRലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് പോലും. ഇപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു സർക്കാരിനെ വിലയിരുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയെ വിലയിരുത്തുന്ന സമയത്ത് വിമർശനങ്ങളോട് വളരെ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന കാര്യമാണെങ്കിലും അതിനെ തുടർന്നുണ്ടായിരുന്ന ന്യായീകരണങ്ങളാണെങ്കിലും, ഇപ്പോൾ ഒരു മാധ്യമവുമായി ഒരു അഭിമുഖം നൽകുന്ന സമയത്ത് ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ട്. ഈ സ്വയം വിമർശനം എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വയം വിമർശനം ഏതെങ്കിലും വിഷയത്തിൽ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ടോ എന്ന രീതിയിലത്തേക്ക് ക്ഷുഭിതനാകുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് ക്ഷുഭിതനാകുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ നമുക്ക് ആർക്കും തന്നെ വിമർശിക്കാനോ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാനോ ചൂണ്ടിക്കാണിക്കാനോ കഴിയാത്ത രീതിയിലത്തേക്കുള്ള അസഹിഷ്ണുത ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് വളരെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ. ഇപ്പോഴത്തെ അവരുടെ പ്രതിച്ഛായ അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കോവിഡും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, പ്രളയത്തിന് ശേഷമൊക്കെ തന്നെ മുഖ്യമന്ത്രി ആൾക്കാരോട് ഇടപെടുന്ന സമയത്ത് അതിന് കരുതൽ എന്നായിരുന്നു പേര് എങ്കിൽ, ഇന്ന് അതിന് അസഹിഷ്ണുത എന്ന രീതിയിലത്തേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മഞ്ജുഷ്. ശരി.